നമസ്കാരം. ടെക്കിച്ചറിൽ നിന്ന് സംസാരിക്കുന്നത് ഡ്രൈ ബോക്സിനെ കുറിച്ചാണ്. ഡ്രൈ ബോക്സ് എന്ന് പറഞ്ഞാൽ ക്യാമറയും ലെൻസും വളരെ ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി ഫംഗസ് ഇല്ലാതെ സുരക്ഷിതമായി എടുത്തു വയ്ക്കുന്ന ഒരു ബോക്സിനെ പറയുന്ന പേരാണ് ഡ്രൈ ബോക്സ് എന്ന് പറയുന്നത്. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഹലോ ബിജു. ഹലോ പ്രിൻസ്. ഹായ് ബിജു, എന്താണ് ഡ്രൈ ബോക്സ്? ഒന്ന് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറയാമോ? ഡ്രൈ ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യാമറ ഡ്രൈ ബോക്സ് അങ്ങനെ വേണമെങ്കിൽ ക്യാമറ ഡ്രൈ ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാമറ വളരെ ഡ്രൈ ആയിട്ട് ഫംഗസ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബോക്സിനെയാണ് ക്യാമറ ഡ്രൈ ബോക്സ് എന്ന് പറയുന്നത്. അത് ഏത് ബോക്സ് നമുക്ക് ഉപയോഗിക്കാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടൈറ്റ് ആൻഡ് എയർ ടൈറ്റ് ആണ് ബെസ്റ്റ്. കാരണം ഇതിന് എയർ ടൈറ്റ് ബോക്സ് കമ്പൽസറി ആണ്. കാരണം നമ്മൾ ഇപ്പൊ ഒരു ഈർപ്പത്തിനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുമ്പോൾ വീണ്ടും തിരിച്ചു വരും ഈ വാട്ടർ ടൈറ്റ് അല്ലെങ്കിൽ എയർ ടൈറ്റ് അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എയർ ടൈറ്റ് കണ്ടെയ്നർ ആണ് ബെസ്റ്റ്. സപ്പോസ് ഒരു വലിയ ഹോൾ ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, നമ്മൾ ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ കൂടെ ഹ്യൂമിഡിറ്റി റിമൂവ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ കൂടെ ഹ്യൂമിഡിറ്റി വീണ്ടും റൂമിലുള്ള ഹ്യൂമിഡിറ്റിയിലേക്ക് തിരിച്ച് എഫക്ട് ചെയ്യും. ഈ ക്യാമറയിൽ ലെൻസിൽ എഫക്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലാതെ ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എയർ ടൈറ്റ് എന്ന് പദം ഉദ്ദേശിക്കുന്നത്. കാരണം എയർ ടൈറ്റ് ആണെങ്കിൽ പിന്നെ പെട്ടെന്ന് കയറില്ല. നമുക്ക് റൂമിലെ ഹ്യൂമിഡിറ്റിനേക്കാളും കുറഞ്ഞ ഹ്യൂമിഡിറ്റിയിലോ അല്ലെങ്കിൽ കുറഞ്ഞ ടെമ്പറേച്ചറിലോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാഗിനകത്ത് വെക്കുന്നതിനേക്കാളും ഏറ്റവും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ബോക്സ് ആണ് ഈ ഡ്രൈ ബോക്സ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ക്യാമറ ബാഗ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ക്യാമറ ബാഗ് നമുക്ക് വേണം. അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ബാഗിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഡ്രൈ ബോക്സിൽ വെച്ചിട്ട് അടച്ച് നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ ഈ ഡ്രൈ ബോക്സ് ഉപയോഗിച്ചില്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ എന്താ ക്യാമറ ബാഗിനെ തന്നെ സൂക്ഷിക്കുന്ന ക്യാമറയ്ക്കും ലെൻസിനും എന്താണ് സംഭവിക്കുക? ഓക്കെ, നമ്മൾ ക്യാമറ ബോക്സിൽ ഡ്രൈ ബോക്സിൽ ഉപയോഗിക്കാതെ ക്യാമറ ബാഗിൽ ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഹ്യൂമിഡിറ്റി കൂടിയ പ്രദേശമാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലൊക്കെ നല്ല ഹ്യൂമിഡിറ്റിയാണ്, ആ ലെൻസിനകത്ത് നമ്മൾ ഫംഗസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈർപ്പമാണ് ഫംഗസിന്റെ ഏറ്റവും വലിയ ശത്രു. ഈർപ്പത്തിന് നമ്മൾ കുറച്ച് കൊണ്ടുവരും. ഈ ഹ്യൂമിഡിറ്റിയുടെ ഇത് പറയുന്നത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയിലാണല്ലോ പറയുന്നത്. ആർഎച്ച് ഒരു 35% മുതൽ ഒരു 45% ഒക്കെ ബെസ്റ്റ് ആണ്. ആ ഒരു ഇതിൽ കീപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഡ്രൈ ബോക്സ് തന്നെ വേണം. അതെ. അപ്പോഴും വീണ്ടും ഒരു സംശയം വരുന്നത്, ഇപ്പൊ ഹ്യൂമിഡിറ്റി കുറയ്ക്കാനാണ് പറഞ്ഞത്, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഹ്യൂമിഡിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കുക? അതിൻ്റെ ഉള്ളിൽ വെറുതെ കുറയ്ക്കില്ല. നമ്മൾ വെറുതെ ഒരു ബോക്സിലിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 100% നമുക്ക് ഹ്യൂമിഡിറ്റി കുറയ്ക്കാൻ പറ്റില്ല. അതിനകത്ത് നമ്മൾ ഹ്യൂമിഡിറ്റി കുറയ്ക്കുന്ന ഒരു ഡീഹ്യൂമിഡിഫൈയിങ് മെത്തേഡ് ഉപയോഗിക്കാം. അത് നമ്മൾ പ്രൊഫഷണൽ ബോക്സിലാണെങ്കിൽ അതിന് ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്, നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളൊരു നോബ് തിരിച്ചിട്ട് നമുക്ക് എത്ര ഹ്യൂമിഡിറ്റി വേണം, എത്ര ടെമ്പറേച്ചർ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു പ്രൊഫഷണൽ ഡ്രൈ ബോക്സ് അല്ല, നമ്മൾ DIY, ഡു ഇറ്റ് യുവർ സെൽഫ്. ഇപ്പൊ ബിജു തൊട്ട് മുമ്പ് പറഞ്ഞത്, അതായത് കറണ്ടിൽ കുത്തി വെക്കാവുന്ന ടൈപ്പ് ബോക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അതുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പൊ ഫ്രിഡ്ജിന്റെ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന പോലെ തന്നെ ഈ ഹ്യൂമിഡിറ്റി നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതാണ് ഇലക്ട്രിക് വൺ. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് കൂടുതലായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് തീർച്ചയായിട്ടും. ഇത് ശരിക്കും ഒത്തിരി സ്പേസ് ഉണ്ടല്ലേ ഇതിനുള്ളിൽ? തീർച്ചയായിട്ടും. ഇത് സത്യം പറഞ്ഞ ഒരു ടൂൾ ബോക്സ് ആണ്. നമ്മൾ ഇത് DIY ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പ്രധാന സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീചാർജബിൾ ഡീഹ്യൂമിഡിഫയർ ആണ് ഈ സംഭവം. ഇത് റീചാർജബിൾ ആണ്. ഇതിനകത്ത് സിലിക്ക ജെല്ല് പോലത്തെ ഒരു മിക്സറാണ്. ഇത് നമ്മൾ ഇതിനകത്ത് ഇൻഡിക്കേറ്റർ കണ്ടോ, ബ്ലൂ. ഇത് ഡ്രൈ ആണെന്നുള്ള അർത്ഥം. ഇതിനകത്ത് ബ്ലൂ ആണ് കാണിക്കുന്നത്. അതിന്റെ ഒരു ഇൻഡിക്കേറ്ററിൽ ബ്ലൂ ആണ് കാണിക്കുന്നത്. ബ്ലൂ ഉണ്ടെങ്കിൽ 3 വ്യത്യസ്ത കളറാണ്. ഒന്ന് ബ്ലൂ, പിന്നെ അത് വെറ്റ് കാണിക്കുന്നതാണ് ഏറ്റവും താഴത്ത് കാണിക്കുന്നതാണ്. അതൊരു ഓറഞ്ച് കളറിൽ വരുന്ന വെറ്റ്. അപ്പൊ നമ്മൾ ഇത് ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഇതിന്റെ കളർ നോക്കിയിട്ട് നമ്മൾ ഇത് റീചാർജ് ചെയ്താൽ മതി. റീചാർജ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പവർ പ്ലഗ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ ഈ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഇലക്ട്രിസിറ്റിയിൽ കണക്ട് ചെയ്ത് ഒരു 4-5 മണിക്കൂർ ഇടുക. അപ്പോൾ ഇതിനകത്തൊരു ഹീറ്റർ ഉണ്ട്. ഇതിനകത്തുള്ള വെറ്റ്നെസ് അത് ഇവാപറേറ്റ് ചെയ്ത് പോകും. ഇതിനകത്തുള്ള ഡീഹ്യൂമിഡിഫൈയിങ് ഏജന്റ് ഉണ്ട്, ഒരു സിലിക്ക ജെല്ല് പോലത്തെ ഒരു ഏജന്റ് ഉണ്ട്. ആ ഏജന്റിലുള്ള വെറ്റ്നെസ് ഈ ഹീറ്റർ ഇവാപറേറ്റ് ചെയ്ത് കളയും. പിന്നെ ഇത് റെഡിയായി. ഈ ബ്ലൂ ഇൻഡിക്കേറ്റർ വരും. ഈ ബ്ലൂ ഇൻഡിക്കേറ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ റെഡിയാണ്. നമ്മൾ വീണ്ടും ഈ ബോക്സിനകത്ത് ഇറക്കി വെക്കുക. ബോക്സ് ഇറക്കി വെച്ചിട്ട് നമ്മൾ ബോക്സ് കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആയിട്ട് അടയ്ക്കണം. എങ്കിൽ മാത്രമേ അതിന്റെ എഫക്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ലെൻസുകൾ വെക്കാം, നമ്മുടെ ഫ്ലാഷ് വെക്കാം, നമ്മുടെ ക്യാമറ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കാം. പ്രത്യേകിച്ച് ഈ ലെൻസും ക്യാമറയാണല്ലോ കൂടുതൽ ഈ മോയ്സ്ചർ പ്രശ്നമുള്ളത്. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഇത് ഇറക്കി വെച്ചിട്ട് നമ്മൾ അടയ്ക്കുന്നു.
പിന്നെ നമ്മൾ സെക്കൻഡറി ആയിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിനകത്തൊരു ഹൈഗ്രോമീറ്റർ വെച്ചിട്ടുണ്ട്. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാനായിട്ട്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ഇതിന്റെ ടെമ്പറേച്ചറും ഈ ക്യാബിനകത്തുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി അത് നമുക്ക് സ്വയം ഇഷ്ടത്താൽ വെച്ചത്, അത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതാണ് ആ സംവിധാനം. ഇതിനകത്ത് LCD ആണ്, ഡിജിറ്റൽ ഹൈഗ്രോമീറ്റർ കം ടെമ്പറേച്ചർ ഗേജ് ആണ്. അപ്പൊ അത് വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര ഹ്യൂമിഡിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ. വേണമെങ്കിൽ ആ ഡിസ്പ്ലേ യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഹോൾ അടിച്ചിട്ട് പുറത്ത് വെക്കാം. പക്ഷെ ഇതൊരു വാട്ടർ റെസിസ്റ്റന്റ് ബോക്സ് ആയതുകൊണ്ട് ആ വാട്ടർ റെസിസ്റ്റൻസിന്റെ ആ കഴിവ് നമ്മൾ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഡ്രിൽ അടിക്കാത്തത്. അല്ലെങ്കിൽ ഒരു ഡ്രിൽ അടിച്ചിട്ട് നമുക്കൊരു വയർ ഇട്ടിട്ട് നമുക്ക് ആ ഡിസ്പ്ലേ യൂണിറ്റ് LCD ഡിസ്പ്ലേ യൂണിറ്റ് ഔട്ട് സൈഡ് വെക്കാം. അപ്പൊ നമുക്ക് ഈ ബോക്സ് തുറക്കാതെ തന്നെ ഇതിനകത്തുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ അറിയാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തുറന്നു കഴിഞ്ഞാൽ ഉടനെ ആവശ്യം കഴിഞ്ഞാൽ അടയ്ക്കണം, കാരണം എയർ ടൈറ്റ് ആയിട്ട് വെക്കണം. എങ്കിൽ മാത്രമാണ് അതിനകത്ത് ഡീഹ്യൂമിഡിഫൈങ് ആ ഏജന്റ് വർക്ക് ചെയ്യുള്ളൂ കറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ വീണ്ടും ആ മോയ്സ്ചർ കയറിയിട്ട് വീണ്ടും ഇതിന്റെ ഹ്യൂമിഡിറ്റി പോകും. ഇപ്പൊ ഇത് ഇലക്ട്രിക്കൽ ഡീഹ്യൂമിഡിഫയറിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഇത് റീചാർജബിൾ ഹ്യൂമിഡിഫയർ ആണ്. ഇത് സത്യം പറഞ്ഞാൽ ക്യാമറയ്ക്ക് വേണ്ടി വരുന്നതല്ല, പക്ഷെ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളെ ക്ലോത്ത് ഹാങ് ചെയ്യുന്ന കബോർഡിൽ ഹാങ് ചെയ്തിടാം. അപ്പൊ നമ്മുടെ ക്ലോത്തിന് ഈ മോയ്സ്ചർ ഉണ്ടാവില്ല. നമ്മൾ അടച്ചിടണം, കബോർഡ് അടച്ചിടണം. ബാത്റൂമിലും തൂക്കാൻ പറ്റും, ബാത്റൂമിൽ വേണമെങ്കിൽ തൂക്കാം. പക്ഷെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്റ്റീം വരുന്ന ഏരിയ, അവിടെ ഇത് എഫക്റ്റീവ് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. അത് വളരെ ചെറുതല്ല, അതിന് വലിയ ടൈപ്പ് വേണം. അതെ, അത് കുറയ്ക്കണം. ഇത് കൂടുതലും നമുക്ക് കബോർഡുകളിൽ, ക്യാമറ ബോക്സിൽ, ഇലക്ട്രോണിക്സ് ഡിവൈസിൽ അങ്ങനെയുള്ള വെക്കുന്ന നമ്മുടെ കബോർഡെല്ലാം ഇത് ഹാങ് ചെയ്തിടണം. ഈ പൊസിഷനിലിടണമെന്നാണ് ഇവർ പറയുന്നത്, കമ്പനി പറയുന്നത്. എന്നിട്ട് ഇത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചാൽ മതി. നമ്മുടെ ക്ലോത്തോ നമ്മുടെ ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റോ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കും, ഹ്യൂമിഡിറ്റി കുറവായിട്ട് തന്നെ. ഇതിപ്പോ ഇലക്ട്രിക് ആണ്. ഇതിപ്പോ ഇലക്ട്രിക് അല്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു ഡ്രൈ ബോക്സ്, ഇലക്ട്രിക് അല്ലാതെ വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിലിക്ക ജെല്ല് വാങ്ങിക്കാൻ കിട്ടും. ഏറ്റവും ചീപ്പാണ് സിലിക്ക ജെല്ല് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഷുഗർ ഒക്കെ വരുന്ന പോലത്തെ പൗച്ചിൽ വരുന്ന കണ്ടിട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ 1-2 പൗച്ച് അതിനകത്ത് ഇടുക. അതുപോലത്തെ നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് നിരത്തി ഇടുക, ഒരു ബോക്സ് മേടിച്ചിട്ട് എയർ ടൈറ്റ് ബോക്സ് വെച്ചിട്ട് അത് നിരത്തി ഇടുക. എന്നിട്ട് ക്യാമറ വളരെ സെക്യൂർ ആയിട്ട് വെച്ചിട്ട് എയർ ടൈറ്റ് ബോക്സ് അടച്ചു വെക്കുക. അത് ഭയങ്കര എഫക്റ്റീവാണ്, വളരെ ചീപ്പാണ്, ഇത്രയും കൂടെ ചിലവില്ല. പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ റീചാർജബിൾ ആണെങ്കിൽ നമുക്ക് ഒത്തിരി യൂസ് ആണ്. വീണ്ടും നമുക്ക് 2 മാസം കൂടുമ്പോൾ ഒന്ന് ചാർജ് ചെയ്താൽ മതി. കണ്ടിന്യൂസ് ഇലക്ട്രിസിറ്റി ഇതിന് ആവശ്യമില്ല. അതാണ് ഇതിന്റെ ഒരു ഗുണം. പിന്നെ അതോടൊപ്പം ഈ സിലിക്ക ജെല്ലിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നതിനകത്ത് ഒന്നാണ് സിലിക്ക ജെല്ല്. അപ്പൊ സിലിക്ക ജെല്ല് നമ്മൾ എപ്പം മാറ്റണം, അതായത് റീപ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതിനറിയാനായിട്ട് നമുക്ക് സാധാരണഗതിയിൽ ഒരു നിവൃത്തിയില്ല. നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് നമ്മളൊരു പുതിയ മൊബൈൽ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഒരു സിലിക്ക ജെല്ലിന്റെ ഒരു പൗച്ച് എപ്പോഴും കിട്ടാറുണ്ട്, ഒരു ചെറിയ. പിന്നെ തീർച്ചയായിട്ടും കിട്ടും. മൊബൈൽ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമറ വാങ്ങിക്കുമ്പോൾ എല്ലാത്തിനകത്തും ഇലക്ട്രോണിക്സ് ഡിവൈസിനകത്ത് 1-2 പൗച്ച് ഇടാം. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് കളയേണ്ടത്. അത് ശരിക്കും ചൂടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഇത് ചിലപ്പോൾ അത് തിരിച്ച് കിട്ടിയേക്കും. പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു റീചാർജബിൾ സംവിധാനമാണെങ്കിൽ, റീചാർജബിൾ ഡീഹ്യൂമിഡിഫൈങ് മെഷീനറി ആണെങ്കിൽ നമുക്കത് ഇലക്ട്രിസിറ്റിയിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്തെടുക്കാം, റീചാർജ് ചെയ്തെടുക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ബോക്സിൽ വെച്ചിട്ട് അടയ്ക്കുക. നമ്മളെല്ലാം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഇതിന് എന്തെങ്കിലും സെക്യൂരിറ്റി രീതിയിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? കാരണം ഇപ്പൊ ഡ്രൈ ബോക്സിനകത്ത് നമ്മൾ വെക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വിലപിടിപ്പുള്ള സാധനമാണ്. ലെൻസും ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. അപ്പോൾ ഇത്രയും സുരക്ഷിതമായിട്ട് നമ്മളൊരു സാധനം വെക്കുമ്പോൾ കുറച്ചും കൂടി സുരക്ഷിതത്വം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ? ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് തെഫ്റ്റ്, കള്ളന്മാർ. അതെ, തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് ക്യാമറയും ഇതൊക്കെ ഒരുപാട് കള്ളന്മാരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സംവിധാനം, ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഈ ക്യാമറയും ലെൻസും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്ക് വെക്കാവുന്ന ഒരുപാട് ഒരു 3 തല സേഫ്റ്റി സംവിധാനം അല്ലെങ്കിൽ അതിലപ്പുറം വെക്കാം. നമ്മൾ പുറമെ ഒരു വയർ പോലും കാണാത്ത രീതിയിൽ നമുക്ക് സംവിധാനം ചെയ്യാൻ പറ്റും. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോക്സ് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയും. പ്രോക്സിമിറ്റി അലാം നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ പ്രിൻസിൻ്റെ വീട്ടിലാണ് ഈ ബോക്സ് സൂക്ഷിച്ചിരിക്കുന്നത്. ക്യാമറ അടച്ചു, നിങ്ങൾക്ക് ഇത് ലോക്ക് ചെയ്യാം, ലോക്ക് ചെയ്യാതിരിക്കാം. ഈ സാധനം നിങ്ങളുടെ സൂക്ഷിച്ചിരിക്കുന്ന റൂമിൽ നിന്ന് ഏതാനും മീറ്റർ എടുത്തുകൊണ്ട് പോയാൽ അപ്പം വലിയൊരു അലാം അടിക്കും. ആ അലാം വേണമെങ്കിൽ ഇതിനകത്ത് സെറ്റ് ചെയ്യാം, നിങ്ങളുടെ റൂമിൽ സെറ്റ് ചെയ്യാം, ടാമ്പർ പ്രൂഫായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊന്നും 100% ഒരു തെഫ്റ്റ് തടയില്ല, പക്ഷെ ഒരു ഡിറ്ററൻ്റ് ആണ് പെട്ടെന്ന്. ഒന്നാമത്തെ സംവിധാനം. രണ്ടാമത്തെ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് GPS ട്രാക്കർ വെക്കാം. നമ്മൾ ഇത് ഒരാൾ എടുത്തുകൊണ്ട് പോയി, അവൻ പോലും അറിയില്ല ഇതിനകത്ത് GPS ട്രാക്കർ ഉണ്ടെന്ന്, പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. എവിടേക്കാണ് പോകുന്നത് നമുക്ക് GPS ലൊക്കേഷൻ, നമുക്ക് SMS കിട്ടും. GPS ലൊക്കേഷൻ നമുക്ക് SMS. അത് വളരെ ചീപ്പാണ്. ഇപ്പോഴത്തെ ഇതിലൊക്കെ വളരെ ചീപ്പായിട്ട് GPS ഡിവൈസ് കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ആപ്പിൽ ലോക്കാണ് അൺലോക്ക് കൊടുക്കാം. അതായത് ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പാഡ് ലോക്ക് കണക്ട് ചെയ്യാം. അതിനകത്ത് തന്നെ ഒരു ഷോക്ക് സെൻസർ ഉണ്ട്.
അപ്പോൾ നമ്മൾ അതിനകത്ത് എൻ്റെ മൊബൈലിൽ ലോക്ക് ചെയ്യുന്ന എൻ്റെ മൊബൈൽ തന്നെ വേണം അത് അൺലോക്ക് ചെയ്യാനായിട്ട്. അതിനകത്തൊരു ബാറ്ററി ഇടണം. പാഡ് ലോക്കാണ്, ഒരു താഴ് പോലത്തെ സംവിധാനമാണ്. സൈക്കിൾ ലോക്ക് ചെയ്യാം, സൈക്കിളിൽ ലോക്ക്. അത് ഇതിനകത്ത് അങ്ങനെ വന്നല്ല, നമ്മളിത് DIY ചെയ്തെടുക്കുന്നതാണ്, ഡു ഇറ്റ് യുവർ സെൽഫിൽ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മൾ മൊബൈൽ വെച്ചിട്ട് അതിനകത്ത് പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ തന്നെ വേണം അത് അൺലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആരെങ്കിലും ടാമ്പർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനപ്പം തന്നെ ഷോക്ക് സെൻസറും ഉണ്ട്, അതിനകത്ത് ടാമ്പറിങ് അലാം ഉണ്ട്. അപ്പം തന്നെ അത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു 120 ഡെസിബിളിൽ അലാം അടിക്കും. അപ്പോൾ പെട്ടെന്ന് ഒരു ഡിറ്ററൻ്റ് ആണ്. ഇതൊന്നും ഞാൻ വീണ്ടും പറയുന്നു 100% തടയില്ല, എങ്കിലും ഒന്നുമില്ലാത്തതിലും ഹ്യൂജായിട്ട്. പിന്നെ വേറെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ ചെയ്യാവുന്ന ആഡ് ചെയ്യാവുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ഫയർ ഇതിനകത്ത് ഫയർ അലാമും കൂടെ ഇതിനോടുകൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇത് ഫയറിന്റെ അടുത്ത് ഫയറായിപ്പോയി, ഒരു ഹൗസ് ഫയർ തോന്നുന്നു, നമ്മൾ വീട്ടിലില്ല, ഇത് വേണമെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. ഹൗസ് ഫയർ അല്ലെങ്കിൽ വെള്ളം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമല്ല. ഇന്നത്തെ കാലത്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇതൊന്നും ഒരു വലിയൊരു ആനക്കാര്യമല്ല സത്യം പറഞ്ഞാൽ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ GPS അലാം. GPS അലാം എന്ന് പറഞ്ഞാൽ നമ്മൾ 3-4 നമ്പർ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാം. ഈ സംവിധാനം നമ്മൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് എടുത്തു, ഇത് തുറക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോകുന്നു, നമ്മുടെ പ്രോക്സിമിറ്റിയിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നു, അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിലേട്ടും നമ്മുടെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ അവിടേക്കൊക്കെ മെസ്സേജോ കാളോ വരും. അതും വലിയ എക്സ്പെൻസീവ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും പുറമെ നമുക്ക് കാണാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയില്ല. ഈ സാധനം നമ്മൾ ആരെങ്കിലും ഇത് പൊളിക്കാനോ തുറക്കാനോ, ഈവൻ കാറിൽ വെച്ചിരിക്കുന്നു, കാറിന്റെ ബൂട്ടിൽ നിന്ന് എടുക്കാൻ നോക്കിയാലോ വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കിയാലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ഒരുപാട് സംവിധാനം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വലിയൊരു അത് നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു ടാമ്പർ സ്വിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് പുറമേ നിന്ന് ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ഇതൊരു ടൂൾ ബോക്സ് ആണ്, ആരും ശ്രദ്ധിക്കുക പോലില്ല. ഇത് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വെച്ചാൽ ആ സ്വിച്ചിന്റെ സർക്യൂട്ട് പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് അടിച്ചോണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോണ്ടിരിക്കും. വൺസ് ഇത് നമ്മൾ പൊക്കി എടുത്തു കഴിഞ്ഞാൽ അത് റിലേ കണക്റ്റഡ് ആയി. ഇതിനകത്ത് പിന്നെ നമ്മൾ എല്ലാം പൊട്ടിച്ച് കളയാനൊക്കെ വരും. പക്ഷെ അപ്പോൾ തന്നെ ആൾക്കാർ അറ്റൻഷൻ ഇതിലേക്ക് വരുന്നു. അതൊരു 120 ഡെസിബിളിൽ അലാമൊക്കെ ആണെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് നോക്കും. ഇതിനകത്തുനിന്ന് തന്നെ അലാം വരുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ പ്രിൻസ് ഇതും കൂടെ എടുത്തോണ്ട് ഓടുകയെന്ന് വെച്ചു, ഇത് അലാം അടിച്ചോണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതും ഒരു നല്ലൊരു സംവിധാനമാണ്. ഡ്രൈ ബോക്സിന്റെ കൂടെ തന്നെ ഒരു ആഡഡ് സെക്യൂരിറ്റി. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു റെഡിമെയ്ഡ് ബോക്സ് ഇപ്പോൾ വരുന്നുണ്ടെന്ന്. എനിക്കൊരു ഡ്രൈ ബോക്സ് പ്രൊഫഷണൽ ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് കോസ്റ്റ്ലി ആണത്. പക്ഷേ ഈ ഒരു ആന്റി തെഫ്റ്റ് സിസ്റ്റം നമുക്ക് അഡാപ്റ്റ് ചെയ്യാവുന്ന ഒരു ഡ്രൈ ബോക്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നോക്കണം കൂടുതൽ അവൈലബിൾ ആണോ, എനിക്ക് തോന്നുന്നില്ല. നമുക്ക് തന്നെ ഇത് കോൺഫിഗർ ചെയ്ത് എടുക്കാൻ പറ്റും. വളരെ ചുരുങ്ങിയ ചെലവിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബോക്സ് ആണ് ഡ്രൈ ബോക്സ്. അപ്പോൾ പ്രേക്ഷകരുടെ ക്യാമറയും ലെൻസും എല്ലാം വളരെ സുരക്ഷിതമായിട്ടിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ടെക്കി ചാറ്റിൽ ഇന്നത്തെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പ് പരിചയപ്പെടുത്തുകയാണ്. സ്ക്രീൻ ടൈം പാരന്റൽ കൺട്രോൾ എന്നാണ് ആപ്പിന്റെ പേര്. അതായത് കുട്ടികൾ ദീർഘസമയം മൊബൈലോ ടാബോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് സമയത്തിന് ഒരു പരിധി നിശ്ചയിക്കാനായിട്ട് ഈ ആപ്പ് കൊണ്ട് സാധിക്കും. അതായത് ഇപ്പോൾ 1 മണിക്കൂറാണ് സമയം ടാബ് കാണാനായിട്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കഴിയുമ്പോൾ ടാബ് ഓഫായി പോകുന്നു. പിന്നെ അത് വീണ്ടും ടാബ് അവർക്ക് ഓൺ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ അവർ വീണ്ടും വരണം. അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള സമയം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കഴിയുമ്പോൾ ടാബ് ഓഫ് ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ പരീക്ഷിച്ച് നോക്കുക. ടെക്കി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.